ഇല്ലടല്ലേ നമ്മുടെ നടൻ ജയസൂര്യക്കെതിരെ പരാതിയുമായി രണ്ട് നടിമാര് മനസ്സിലായി, രണ്ട് നടിമാര് ഇല്ലടല്ലേ ഇപ്പൊ പോളിംഗ് മുന്നിട്ട് നിൽക്കുന്നത് നമ്മുടെ മുകേഷും ജയസൂര്യാണ് ഇല്ലടല്ലേ. എന്താ വെച്ചാൽ അവരെ ഇഞ്ചോടിഞ്ച് പോരാട്ടം മനസ്സിലായില്ലേ. ഒപ്പം ഒരാൾ ഒരു നടി ഒരു കേസ് ഫയൽ ഒരു ആരോപണമായിട്ട് വന്നു കഴിഞ്ഞാൽ മറ്റേ പിന്നീട് നടി ആരോപണമായിട്ട് വരും, മനസ്സിലായില്ലേ. ഇവർ തമ്മിൽ പരസ്പരം പോരാട്ടമാണ് ഇല്ലടല്ലേ. എന്റെ പൊന്നു ഫസ്റ്റ് ജയസൂര്യ ചേട്ടന് എന്താ വെച്ചാൽ ഒരു നടി വന്നിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ എന്നെ അങ്ങനെ ഞാൻ ടോയ്ലറ്റിൽ പോയ സമയത്ത് എന്നെ കയറി പിടിച്ചു ഹഗ് എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ ആ നടിയെന്നെ വന്ന് പറഞ്ഞു, അയ്യോ അത് ഞാൻ ആള് മാറിയതാണ്, ജയസൂര്യ അല്ല, എന്താ വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് ആള് മാറിയതാണെന്ന് പറഞ്ഞു. പിന്നെയും വന്നിട്ട് പറഞ്ഞു അത് ജയസൂര്യ തന്നെയാണെന്ന്. കഴിക്കും എന്തോന്നും അറിയില്ലടല്ലേ. ഈ കാണുന്നവന്മാർക്ക് പൊട്ടന്മാരാ നമ്മളെ ചോദിക്കട്ടെ, എനിക്കത് പറയുള്ളൂ ഇല്ലടല്ലേ. പിന്നെ പക്ഷെ ആ നടി ഇപ്പൊ പരാതിയിട്ട് വന്ന നടിയുടെ ഫേസ്ബുക്ക് കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിയ സമയത്ത് തന്നെ ആ ഹാപ്പി ബർത്ത്ഡേ ജയൻ എന്ന് പറഞ്ഞ നമ്മുടെ ജയസൂര്യ ഏട്ടന്റെ ബർത്ത്ഡേക്കൊക്കെ ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയൊക്കെ ആയിരുന്നു നമുക്ക് അറിയില്ല. ഇപ്പൊ കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് നടൻ ജയസൂര്യക്കെതിരെ രണ്ടാമത് ഒരു നടി കൂടി വന്നിരിക്കുകയാണല്ലോ. അപ്പൊ അതിനൊരു വാർത്തയുണ്ട്, ഞാൻ അത് പ്ലേ ചെയ്യില്ല എന്നിട്ട് ഞാൻ ബാക്കി പറയാം. അനുജ, തൊടുപുഴയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് അപമര്യാദയായി പെരുമാറിയെന്ന നടിയുടെ ആരോപണത്തിലാണ് ഇപ്പോൾ ജയസൂര്യക്കെതിരായിട്ട് പരാതി ലഭിച്ചിരിക്കുന്നത്. ഈ മൊഴി നടിയുടെ ഭാഗത്തു നിന്ന് വന്നതിന് ശേഷം അന്വേഷണ സംഘത്തിലെ IPS ഉദ്യോഗസ്ഥയായ പൂങ്കുഴലി ഈ നടിയുമായി സംസാരിക്കുകയും അതിനുശേഷമാണ് പരാതി ലഭ്യമാകുകയും ചെയ്തത്. തുടർന്ന് ഐശ്വര്യ ഡോങ്റെ ഉൾപ്പെടെയുള്ള IPS ഉദ്യോഗസ്ഥരാണ് ഇവരുടെ പ്രാഥമിക മൊഴി ഫോണിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിശദമായ മൊഴി ഉടൻ തന്നെ രേഖപ്പെടുത്തുമെന്നുള്ളതാണ് സൂചന. നടൻ ജയസൂര്യക്കെതിരായിട്ടാണ് നടി പരാതി നൽകിയിരിക്കുന്നത്. ഇതിനു പുറമെയാണ് സെക്രട്ടേറിയറ്റിൽ വെച്ച് നടന്ന സിനിമാ ചിത്രീകരണത്തിനിടെ അപമര്യാദയായി പെരുമാറി എന്നുള്ള മറ്റൊരു പരാതിയും ജയസൂര്യക്കെതിരെ ലഭിച്ചിരിക്കുന്നത്. ഈ പരാതിയിലും തുടർ നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഏതായാലും നടൻ ജയസൂര്യക്കെതിരെ ചിലപ്പോൾ ഇന്ന് തന്നെ FIR രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. തൊഴിലിടത്തിൽ വെച്ചുള്ള പീഡനവും സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയതും അടക്കമുള്ള കുറ്റങ്ങളാകും ചുമത്തുക. അങ്ങനെയെങ്കിൽ അതും ജാമ്യമില്ലാ വകുപ്രകാരമുള്ള കുറ്റങ്ങളായി മാറും. ജയസൂര്യക്കെതിരായിട്ട് ഇന്ന് FIR അങ്ങനെയെങ്കിൽ 2 കേസുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയാണ് ഉള്ളത്. ശ്യാംകുമാർ, അതിൽ തന്നെ ഈ സെക്രട്ടേറിയറ്റിൽ വെച്ച് നടന്നത് അത് തൊഴിലിടമായിരുന്നു, പക്ഷേ അത് സെക്രട്ടേറിയറ്റ് ആണ് അതിൻ്റെ വെന്യൂ എന്നുള്ളത് ഈ സംഭവത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നില്ലേ? നമുക്കറിയാവുന്നതുപോലെ പലപ്പോഴും സെക്രട്ടേറിയറ്റിൽ വലിയ കർശനമായ നിയന്ത്രണമുണ്ട് മാധ്യമപ്രവർത്തകർക്ക് ഉൾപ്പെടെ. ഇത് സിനിമാ ഷൂട്ടിങ്ങിനൊക്കെ ഇടയ്ക്കൊക്കെ വിട്ടു നൽകാറുമുണ്ട്. പക്ഷേ അവിടെ വെച്ച് ഈ തരത്തിലേക്കൊന്ന് സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം വർദ്ധിക്കുന്നില്ലേ ശ്യാം? തീർച്ചയായിട്ടും സംസ്ഥാനത്തിന്റെ ഭരണസിരാ കേന്ദ്രം ഒരു ഈച്ച കയറിയാൽ പോലും അവിടുത്തെ സെക്യൂരിറ്റിക്കാർ അറിയാതെ കയറില്ല എന്ന് സർക്കാർ അവകാശപ്പെടുന്ന സ്ഥലത്താണ് ഒരു സിനിമാ ചിത്രീകരണത്തിനിടെ ഒരു നടൻ ഒരു നടിക്കെതിരായിട്ട് അവിടെ ജോലിക്ക് വന്ന ഒരു നടിക്കെതിരായിട്ട് ലൈംഗിക അതിക്രമം കാണിച്ചത്. പക്ഷേ അവിടെയുള്ളവരാരും അത് അറിഞ്ഞിരുന്നില്ല. ഈ നടിയുടെ പ്രതികരണം വരുന്നത് വരെ എന്നുള്ളത് സർക്കാർ കേന്ദ്രങ്ങളെയും ഞെട്ടിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും എന്ത് തരത്തിലുള്ള സുരക്ഷയാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ള ഒരു പരിശോധന അവർ നടത്തുന്നുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു സംഭവത്തിന് അവിടെ വേദിയായത്? സിനിമാ ചിത്രീകരണത്തിനുൾപ്പെടെ നൽകുമെങ്കിലും ആ പരിസരം സെക്രട്ടേറിയറ്റിലെ സുരക്ഷാ സംവിധാനത്തിന്റെ കീഴിലാണ്. എങ്ങനെയാണ് ഇത്തരമൊരു വീഴ്ച വന്നത് എന്നുള്ളത് സർക്കാരും പരിശോധിക്കുന്നുണ്ട്. അതിനുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു ഗൗരവകരമായ കേസ് തന്നെ ഉയരുന്നത്. സിനിമാ ചിത്രീകരണത്തിനിടെ അപമര്യാദയായി പെരുമാറി എന്നുള്ളതിൽ ഇപ്പോൾ ജയസൂര്യക്കെതിരായിട്ട് പരാതി ലഭിച്ചിരിക്കുന്നത്. ഈ പരാതിക്ക് ആധാരമായ വെളിപ്പെടുത്തൽ നടത്തിയ നടി ആ ഉദ്യോഗസ്ഥരോട് തന്നെ ഇക്കാര്യം തനിക്ക് അനുഭവം ഉണ്ടായി എന്നുള്ളത് വെളിപ്പെടുത്തൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് FIR രജിസ്റ്റർ ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. നടിയുടെ വിശദമായ മൊഴി ഇന്ന് തന്നെ ചിലപ്പോൾ രേഖപ്പെടുത്തിയ ശേഷമാകും ജയസൂര്യക്കെതിരായിട്ട് FIR രജിസ്റ്റർ ചെയ്യുക. അപ്പൊ അതാണ് ഇല്ലടല്ലേ 2 നടിമാര് വന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഈ സെക്രട്ടേറിയറ്റിനിടയിൽ എന്താ വെച്ചാൽ സെക്രട്ടേറിയറ്റിൽ വെച്ച് ഷൂട്ട് നടക്കുകയാണെങ്കിലല്ലേ ആ സമയത്ത് അഭിനയത്തിന് വന്നൊരു സ്ത്രീയുടെ അടുത്ത് ലൈംഗിക അതിക്രമം നടത്തുകയാണ് നമ്മുടെ ജയസൂര്യ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സർക്കാർ പറയുന്ന പോലെ സെക്രട്ടേറിയറ്റിൽ നമ്മളറിയാതെ ഒരു ഈച്ച പറക്കില്ല എന്ന് പറഞ്ഞ ആ ഒരു സെക്രട്ടേറിയറ്റിൽ അത്രയും സെക്യൂരിറ്റി ഉള്ള സെക്രട്ടേറിയറ്റിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു നടിക്കെതിരെ ആക്രമണം നടക്കുന്ന സമയത്ത് ബാക്കിയുള്ളവർക്ക് എവിടെ പോയെന്ന് നമുക്കും അറിയില്ല ഇല്ലടല്ലേ. അപ്പൊ അങ്ങനെ ജയസൂര്യക്കെതിരെ 2 കേസ് 2 നടിമാര് വന്നിരിക്കുകയാണല്ലേ. അപ്പൊ വൈകാതെ കേസ് ഫയൽ എന്നാ പറയുന്നിരിക്കുന്നത് എന്തൊക്കെ ഇല്ല എല്ലാവരും കുടിക്കൊണ്ടേ ഇരിക്കണം. അപ്പൊ ഇനിയും കുറെ ആൾക്കാർ റിവീൽ ചെയ്യാനുണ്ട്, കുറെ ആൾക്കാർ പെടാനുണ്ട്. മാക്സിമം പെടുമെന്നാണ് തോന്നിയില്ലല്ലേ. നമുക്ക് നോക്കാം. പെട്ട് കഴിഞ്ഞാണ്ടല്ലോ മോനെ ഈ മലയാള സിനിമ പണ്ടത്തെ ഇനി വരുന്ന താരങ്ങളൊക്കെ മുന്നേറിക്കും. ഈ പഴയ കാലത്തുള്ള ആൾക്കാർ ഇനി വരില്ല, ഉറപ്പാണ്. ഇങ്ങനെയുള്ള കേസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ കേസും കാര്യങ്ങളുള്ളവരൊന്നും ഇനി മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് വരും തോന്നുന്നില്ല. മനസ്സിലായി? അവർക്ക് അവരുള്ള ഫാൻ ബേസ് അല്ലെങ്കിൽ അവിടെ ആ ഓഡിയൻസ് ഒക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ പുതിയ ആൾക്കാർ വരികയായിരിക്കാം നമുക്ക് തോന്നുന്നില്ല. നമുക്കിപ്പോൾ ജയസൂര്യക്കെതിരെ ഇങ്ങനെ 2 നടിമാർ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ഒരു തെളിവ് മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി ബാക്കി കാര്യങ്ങൾക്ക് തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചാനലിട്ട് പഠിക്കാനില്ല. അപ്പോൾ അത്രേ ഉള്ളൂ.